Hi everyone, welcome back to Kavitha Sugar and Spice. നമ്മുടെ സമോസകൾ വിവിധ തരത്തിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അവിടെ മാറ്റി വെക്കണം. നമ്മുടെ സമോസ ഷീറ്റ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ആദ്യത്തെ മെത്തേഡിൽ ഞാനിവിടെ ഒരു നീണ്ടിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്ഡ് ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ ഒരു ട്രയാങ്കിളായിട്ട് ഇതുപോലെ ആദ്യം ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്യും. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതവിടെ ടൈറ്റായി ഒട്ടി നിൽക്കാൻ നമ്മുടെ മൈദയുടെ ആ ഗ്ലൂ നമ്മളൊന്ന് കുറച്ച് തേച്ചിട്ട് ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ജെൻറ്റിലായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡിയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഫില്ലിങ് ഇടുമ്പം ഓവറായിട്ട് കുത്തി നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി ഭാഗം കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ എക്സസ് ഷീറ്റിലേക്ക് കൂടി ആ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കിടത്തി വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യാം. അതിനുശേഷം ജെൻറ്റിലായിട്ട് ഇത് ഈ കോർണർ നല്ലോണം ടൈറ്റായി അടഞ്ഞിട്ടില്ലെന്ന് മേക്ക് ഷുവർ ഇത് ഉറപ്പ് വരുത്തണം. അങ്ങനെ ടൈറ്റായിട്ട് കാണുന്നില്ലേ, അപ്പം അതുപോലെ ഒട്ടിച്ച് കൊണ്ടുവരിക. അപ്പം എല്ലാ തുറന്ന ഭാഗങ്ങളും വളരെ ജെൻറ്റിലായി ഇതുപോലെ നമ്മൾ മൈദ പേസ്റ്റ് തേച്ച കാരണം ഒരു പ്രശ്നമില്ലാതെ അത് ഒട്ടിക്കോളും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായി ഫോൾഡ് ചെയ്ത് ടൈറ്റായി മടക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിലുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത മെത്തേഡിനും നമ്മൾ ഈ ലോങ് ഷീറ്റ് റെക്റ്റാങ്കിൾ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്യുമ്പം ഇതിൻ്റെ കറക്റ്റ് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല, കുറച്ചിങ്ങനെ എക്സസ് ആയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. ഒരു പീസ് അവിടെ ഉണ്ടാവും. ഇതിനെ നമുക്കിനി ആദ്യം ഒരു മടക്ക് കൂടി മടക്കണം. അതിനുശേഷം അത് വളരെ ഇതിൽ നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, ഇതുപോലെ ഇങ്ങനെ സൈഡിലേക്കൊന്ന് വലിക്കുക. അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും വലിയ സമൂസയാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നമ്മൾ ഈ മൈദയുടെ മാവത ചെരിച്ച് വെക്കാൻ പോകുന്ന ആ ഭാഗത്തേക്ക് കുറച്ച് മൈദ തേക്കുക. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു മാത്രം. അപ്പോൾ നമ്മൾ തിരിച്ചു മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു, എന്നിട്ട് ആ മൈദ തേച്ച ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി അത് നല്ല സ്റ്റഡി ആയിട്ട് അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിൽ ആദ്യം ചെയ്ത സമോസയേക്കാൾ കുറച്ചധികം ഫില്ലിങ് കൊള്ളും, പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്തി നിറയ്ക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള സമോസയുടെ പീസുകളിലേക്ക് മുഴുവൻ മൈദമാവ് കുറച്ച് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ വളരെ ജെൻറ്റിലായിട്ട് നമ്മളിങ്ങനെ അടയ്ക്കുമ്പം അത് ടൈറ്റായി കോർണേഴ്സൊക്കെ ക്ലോസ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ വറക്കുമ്പം എണ്ണയൊക്കെ അതിനകത്ത് കയറി ആകെ നാശമാവും. അതുപോലെ ടൈറ്റാക്കി അതേസമയം ജെൻറ്റിലായിട്ട് അതിനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ഒരു റൗണ്ട് സമൂസ ഷീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ചുറ്റിലും ഈ മൈദ പേസ്റ്റ് ആദ്യം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഫില്ലിങ് വെക്കുകയാണ്. ഫില്ലിങ് നമ്മൾ വെക്കുമ്പോൾ നടുഭാഗത്തായിട്ടല്ല വെക്കുന്നത്, കുറച്ച് മുകൾ ഭാഗത്തേക്ക് കൂടുതലായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ട് ഈ രണ്ട് സൈഡ്സ് ഈ മുകൾ ഭാഗത്തുള്ള രണ്ട് സൈഡ്സ് അത് ഇതുപോലെ ഫോൾഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ആ മൈദ പേസ്റ്റ് അതിലുള്ള കാരണം അത് കറക്റ്റായിട്ട് ഒട്ടി നിന്നോളും. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫില്ലിങ് നിറയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആ ഫ്ലാപ്സിൽ കുറച്ചും കൂടി മൈദ പേസ്റ്റ് തേച്ചതിന് ശേഷം നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം വളരെ വളരെ സിമ്പിളാണ്. ഈ വട്ടത്തിലുള്ള ഷീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വളരെ എളുപ്പമായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ലെയേഴ്സ് ഉണ്ടാവില്ല. നമ്മൾ റെക്റ്റാങ്കിൾ ചെയ്തപ്പോൾ ആ ഒരു ലെയേഴ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ തേർഡ് മെത്തേഡ് സമൂസ റെഡി.
നാലാമത്തെ മെത്തേഡിനായിട്ട് നമ്മൾ ഒരു അടിഭാഗം കേർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് എടുത്തിരിക്കുന്നത്. ഇത് സ്വതവേ വലിയൊരു വട്ടത്തിലുള്ളത് പരത്തി നമ്മളതിനെ ഇങ്ങനെ നടുഭാഗം മുറിച്ച് പിന്നെയും മുറിച്ച് കഴിയുമ്പോഴാണ് ഈ ഷേപ്പ് നോർമലി കിട്ടുക. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ ഈ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിനും നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഈ മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ആ കേർവ്ഡ് ആയ ഭാഗത്തേക്ക് ഇടുക, അതായത് കൂർത്ത ഭാഗത്തേക്ക് ഇടാതിരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റൗണ്ട് ഇതിന് ചെയ്ത പോലെ തന്നെ നമ്മൾ 2 സൈഡ്സും മേൽക്ക് മേലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദ പേസ്റ്റ് ഉള്ള കാരണം അത് പെട്ടെന്ന് ഒട്ടിക്കോളും. എന്നിട്ട് നമുക്ക് ഈ കൂർത്ത ഭാഗത്തിന് അടിയിലേക്കാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാലാമത്തെ മെത്തേഡിലുള്ള സമോസയും റെഡി. ഇതിലിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണമൊക്കെ അത് ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ മാത്രമുള്ള പീസില്ല. ഞാനത് ഒരു കത്രി വെച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുത്തതോടെ നല്ല സുന്ദരി സമോസയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ 4 മെത്തേഡിലും ഉള്ള സമോസകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.